ഭാഷാവ്യാകരണം മനസ്സിൽ വളരുകയാണ് ചെയ്യുന്നത്. ഇത് സൂചിപ്പിച്ചത് ആരാണ്? നാം യഥാർത്ഥത്തിൽ ഭാഷ പഠിക്കുകയല്ല, ഭാഷാവ്യാകരണം മനസ്സിൽ വളരുകയാണ് ചെയ്യുന്നത്. ഇത് സൂചിപ്പിച്ചത് ആരാണ്? യാങ് പിയാഷെ ആണോ, BF സ്കിന്നറാണോ, നോം ചോംസ്കി ആണോ, ജെറോമസ് ബ്രൂണർ ആണോ? ആരാണ്? നോം ചോംസ്കി. യെസ്, വെരി ഗുഡ്. എല്ലാത്തിൻ്റെ ആൻസർ ഇന്നത്തെ അറിയാം ഏതായാലും. ഓക്കെ, അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ. രമയ്ക്ക് മാത്സ് പരീക്ഷയിൽ വളരെ താഴ്ന്ന മാർക്കാണ് ലഭിച്ചത്. രമയ്ക്ക് മാത്സ് പരീക്ഷയിൽ വളരെ താഴ്ന്ന മാർക്കാണ് ലഭിച്ചത്. അതിന് അധ്യാപകരും വീട്ടുകാരും അവളെ വളരെയേറെ വിമർശിക്കുകയുണ്ടായി. അതിനുശേഷം വരുന്ന മാത്സ് പരീക്ഷകളെല്ലാം തന്നെ രമ ഭയത്തോടെയാണ് നേരിട്ടത്. ഏത് സിദ്ധാന്തമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്? സ്കിന്നറുടെ ഒപ്പേറൻ കണ്ടീഷനിങ് ആണോ, പഠനത്തെക്കുറിച്ചുള്ള ഗസ്റ്റാൾട്ടിസം ആണോ, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ, അതോ പിയാഷെയുടെ വൈജ്ഞാനിക പഠനമാണോ? ഏതാണ് വരേണ്ടത്? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ സി, അതായത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് കേട്ടോ. അതിനകത്താണ് നമ്മൾ പഠിച്ചത്. നമ്മളതിനകത്ത് കണ്ടിരുന്നില്ലേ, പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനാണ് 5 കാര്യങ്ങൾ. 5 കാര്യത്തിൽ നിന്ന് എപ്പോഴും ചോദ്യങ്ങളാണ്. വിലോപം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, ഇതെല്ലാം അല്ലേ. അതിനകത്ത് ചോദക സാമാന്യവൽക്കരണമാണ് ഇവിടെ ഉണ്ടായത്, അതായത് സ്റ്റിമുലസ് ജനറലൈസേഷനാണ് ഇവിടെ ഉണ്ടായത്. കാരണം അവിടെ ഒരു ഉണ്ടായ പ്രതികരണം പോലെ തന്നെ അവൾ വരുന്ന എല്ലാത്തിനെയും കാണുവാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായ എന്താണ്? ചോദക സാമാന്യവൽക്കരണമാണ്. അതുപോലെ തന്നെ പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ നിന്ന് ചോദ്യങ്ങൾ എന്താണ് 1 ചോദിച്ചു കണ്ടിട്ടുണ്ട്. പരീക്ഷണത്തിൽ നായയുടെ വായിൽ നിന്ന് ഉമിനീര് വരുന്നതിനെ എന്തെന്ന് പറയുന്നു? അനുബന്ധനത്തിന് മുമ്പ്, അനുബന്ധനത്തിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ തിയറീസ് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ. ആരെന്ത് പറഞ്ഞു എന്നൊരു എന്താണ് കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതെ മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചു വയ്ക്കുന്നതിനായി ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും വാചാലനാകുന്നു. എന്താണ്? പ്രതീക്ഷിച്ച ജോലി ലഭിക്കാതെ മനു തൻ്റെ മാനസിക സംഘർഷം മറച്ചു വയ്ക്കുന്നതിനും ആ ജോലിയുടെ ഭാരിച്ച ഉത്തരവാദിത്തത്തെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും വാചാലനാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രതിരോധ തന്ത്രം ഏതാണ്? അതായത് ഒരു ജോലി മനുവിന് ഭാരമാണ്, അത് അവൻ ഏറ്റെടുക്കുന്നില്ല. അതിനുശേഷം അവൻ എന്താ പറയുന്നത്? അത് പാടാണ്, അതുപോലെ തന്നെ അത് വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ് എനിക്കത് ചെയ്യാൻ പറ്റാത്തതെന്ന് അവൻ അങ്ങനെ ഒരു പ്രതിരോധ തന്ത്രം പറഞ്ഞു നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ ഇവിടെ പ്രയോഗിച്ച പ്രതിരോധ തന്ത്രം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദമനമാണോ, പ്രക്ഷേപണമാണോ, യുക്തീകരണമാണോ, ഉദാത്തീകരണമാണോ? ഏതാണ് മനു ഇവിടെ ഉപയോഗിച്ച പ്രക്ഷേപണ തന്ത്രം? ദമനം, പ്രക്ഷേപണം, യുക്തീകരണം, ഉദാത്തീകരണം. ഇതിലേതാണ് മനു ഇവിടെ പ്രയോഗിച്ച പ്രക്ഷേപണ തന്ത്രം? ഏതാണ് ഇവിടെ വരേണ്ടത്? ശരിക്കും പറഞ്ഞാൽ യുക്തീകരണം അല്ലേ, റാഷണലൈസേഷനാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വരേണ്ടത്. നമുക്കറിയാം സമായോജന ക്രിയാതരം അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസം എന്ന് നമ്മൾ കൊള്ളാണ്. എന്ത് യുക്തീകരണത്തിന് നമ്മൾ പഠിച്ച പുളിക്കുന്ന മുന്തിരിങ്ങ അല്ലെങ്കിൽ സർവ്വസാധാരണമായിട്ടൊരു തന്ത്രമാണ് ഈ പറഞ്ഞ യുക്തീകരണം. ഏതാണ്? പുളിക്കുന്ന മുന്തിരിങ്ങ, മധുരിക്കുന്ന നാരങ്ങ എന്നുള്ള ശൈലികളില്ലേ. അതായത് ഒരു വ്യക്തി തൻ്റെ ബലഹീനതകളുടെയും അതുപോലെ തന്നെ പരാജയങ്ങളുടെയും കാരണം തെറ്റായ കാര്യങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നു. എന്താണ്? ഒരു വ്യക്തി തൻ്റെ പോരായ്മകളുടെ പ്രശ്നം തെറ്റായ കാര്യകാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്നു. അതാണ് ഇവിടെ ശരിക്കും ഉണ്ടായത്. പക്ഷേ നമ്മൾ മറ്റൊരാളുടെ മേലിൽ പഴി ചാരുകയാണെന്ന് പറഞ്ഞത് എന്ത് വന്നേനെ? പഴി ചാരി വെക്കുമായിരുന്നു എന്ത് വന്നേ? ഇപ്പം ഞാൻ കാരണമല്ല അവൻ കാരണമാണ് എന്ന് പറയുവാണെങ്കിൽ ഇത് വന്നേനെ, നമ്മുടെ പ്രക്ഷേപണം വന്നേനെ. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. നമ്മുടെ യുക്തീകരണം എന്ന് പറഞ്ഞാൽ ന്യായീകരണമാണ്, പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യം കൊണ്ടല്ല അവൻ്റെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ആയി തീർന്നതെന്ന് പറയുവാണെങ്കിൽ അതൊരു പ്രക്ഷേപണം അല്ലെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയും കേട്ടോ. പിന്നെയുള്ളത് ദമനം. ദമനം ഒരു
അപകടകാരിയായ ഒരെണ്ണമാണ്. അതായത് നമ്മുടെ വേദനാജനകമായ അനുഭവങ്ങളെയും മാനസിക സംഘർഷങ്ങളും എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ അബോധ മനസ്സിലേക്ക്, നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞ ഉബോധ മനസ്സ്, അതുപോലെ തന്നെ അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന പ്രക്രിയയ്ക്ക് പറയുന്നത് ദമനം. അത് ഭയങ്കര അപകടകാരിയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെയുള്ളത് പ്രക്ഷേപണം. അത് ഞാൻ പറഞ്ഞല്ലോ, അതായത് മറ്റൊരാളിൽ പഴി ചാരുക. രണ്ട് യുക്തീകരണവും പ്രക്ഷേപണം എപ്പോഴും മാറിപ്പോകുന്ന പറഞ്ഞാണ്. യുക്തീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, തെറ്റായ കാര്യങ്ങൾ വഴി ന്യായീകരിക്കുക. പ്രക്ഷേപണം എന്നാൽ തെറ്റായ കാരണങ്ങൾ നമ്മൾ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുക. രണ്ടാണെന്ന് ഓർത്തിരിക്കണം കേട്ടോ. പിന്നെയുള്ള ഉദാത്തീകരണം. ഉദാത്തീകരണം വെച്ചാൽ നമ്മുടെ അസ്വീകാര്യമായിട്ടുള്ള കാര്യങ്ങളെ സാമൂഹിക അംഗീകാരമുള്ള പാതയിലേക്ക് നമ്മൾ കടത്തി വിടുക. അതായത് നമ്മുടെ മക്കളില്ലാത്ത ധനാഢ്യൻ അല്ലെങ്കിൽ മക്കളില്ലാത്ത പണക്കാരൻ എന്ത് ചെയ്യുന്നു, സാമൂഹിക സേവന പ്രവർത്തനങ്ങളൊക്കെ ഏർപ്പെടുന്നു. അപ്പം ഈ പറഞ്ഞ പാർട്ടിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു 9 എണ്ണോളം ഉണ്ട് അല്ലേ. ഇനിയും ആക്രമണം, പിന്നെ അതുപോലെ തന്നെ താതാത്മീകരണം, പശ്ചാത്തലം, അനുപൂരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടപ്പ്, നിഷേധം, ഇതെല്ലാം കിടപ്പുണ്ട്. അപ്പം അങ്ങനെ 9 എണ്ണം ഉണ്ട്. അവിടെ നിന്ന് ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും നോക്കണം കേട്ടോ, മറന്നു പോകരുത്, അത് നോക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 + 7 = 11. 4 + 7 = 11 എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ക്ലാസ്സിലൊഴുക്കി. അപ്പോൾ മിയ ചോദിച്ചു, അങ്ങനെയെങ്കിൽ 7 + 4 4 + 7 = 11 എന്ന് ആശയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ക്ലാസ്സിൽ നൽകി. അങ്ങനെയാണെങ്കിൽ മിയ ചോദിച്ചു, അങ്ങനെയെങ്കിൽ 11 - 7 = 4 അല്ലേ ടീച്ചർ? ഇവിടെ മിയയിലുണ്ടായ വികാസഘട്ടം ഏതാണ്? എന്താണ് 11 + 4 7 + 4 = 11 എന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ മിയ ഉടനെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ടീച്ചറെ 11 നിന്നും 7 പോയാൽ 4 അല്ലേ എന്ന് ടീച്ചറോട് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ മിയയിലുണ്ടായ വികാസഘട്ടം ഏതാണ്? ഇന്ദ്രിയ ജാലഘട്ടത്തിലാണോ, പ്രാഗ്മനവ്യവഘട്ടത്തിലാണോ, മൂർത്തമനവ്യവഘട്ടത്തിലാണോ, ഔപചാരികത്തിലാണോ? ഇപ്പം നമ്മുടെ മിയയുള്ളത് 7 + 4 = 11 എന്ന് പറഞ്ഞപ്പം മിയ ചോദിച്ചു, അതെങ്ങനെയാണ് 11 നിന്ന് 7 പോയാൽ 4 അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതിൽ ഏത് ഘട്ടത്തിലാണുള്ളത്? ഇന്ദ്രിയത്തിലാണോ, പ്രാഗ്മനോവ്യവഘട്ടത്തിലാണോ, മൂർത്തമനവ്യവഘട്ടത്തിലാണോ, അതോ ഔപചാരികത്തിലാണോ നമ്മുടെ മിയ ഇപ്പോൾ ഉള്ളത്? ഏതിലാണ് മിയ ഇപ്പോൾ ഉള്ളത്? ഇറിവേഴ്സിബിലിറ്റി. കറക്റ്റാണ്. നമ്മുടെ മൂർത്തമനവ്യവഘട്ടം. അതായത് ഇത് ആര് കൊണ്ടുവന്ന കോൺസെപ്റ്റാണ് ഇതെല്ലാം? ഇന്ദ്രിയ ജാലഘട്ടം, പ്രാഗ്മനവ്യവഘട്ടം, മൂർത്തമനവ്യവഘട്ടം, ഔപചാരിക വ്യവഘട്ടം. ആരുടെ കോൺസെപ്റ്റാണ് ഇതെല്ലാം? പിയാഷെയുടെ കേട്ടോ. പിയാഷെയുടെ കോൺസെപ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിടാതെ തന്നെ എല്ലാ വട്ടവും ആവർത്തിക്കുന്ന ഒരു പാർട്ടാണ് പിയാഷെയുടെ ഈ പറഞ്ഞ വികാസഘട്ടങ്ങൾ. അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഷുവറാണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ 2 എണ്ണം ഇവിടുന്ന് കാണുവാൻ സാധിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പിയാഷെയുടെ വൈജ്ഞാനിക ഘട്ടങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഇന്ദ്രിയ ജാലഘട്ടത്തിൻ്റെ വയസ്സ് 0 മുതൽ 2 വരെ. അവിടെയാണ് കുട്ടികൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയുള്ള ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് വസ്തുസ്ഥൈര്യം എന്ന ഘട്ടങ്ങളൊക്കെ ആർജിക്കുന്ന അവിടെയാണ്. പിന്നെ അനുകരണം അല്ലേ, മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ തുടങ്ങുന്നത് ഈ പറഞ്ഞ ഇന്ദ്രിയ ജാലഘട്ടത്തിലാണ്. പിന്നെയുള്ളത് പ്രാഗ്മനവ്യവഘട്ടം. അവിടെയാണ് 2 മുതൽ 7 വയസ്സ് വരെയാണ് കുട്ടികളെ നമ്മൾ എടുക്കുന്നത്. പിയാഷെ എടുത്തത് അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞ ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കുക. അതായത് 4 + 7 11 ചിന്ത മാത്രം വരുവാണെങ്കിൽ അത് നമ്മുടെ പ്രാഗ്മനവ്യവഘട്ടമാണ്. അതുപോലെ തന്നെ ആനിമിസം അല്ലേ, അതായത് നമ്മുടെ ജീവൻ ഇല്ലാത്തവയെ ജീവനുള്ളതായിട്ട് കാണുക, അതിനെയാണ് ആനിമിസം എന്ന് പറയുന്നത്. പിന്നെ സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാണുക. ഇതൊക്കെ പരിശോധന സ്ഥിരമുള്ളതാണ് കേട്ടോ. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങളെ കാണുക. താനാണ് ശരി, തൻ്റെ കാഴ്ചപ്പാടാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ് എന്നൊരു കാഴ്ചപ്പാടിലൂടെ കാണുക. ഇതെല്ലാം ഈ നമ്മുടെ പ്രാഗ്മനവ്യവഘട്ടത്തിലുള്ളതാണ്. പിന്നുള്ളതാണ് മൂർത്തമനവ്യവഘട്ടം. 7 മുതൽ 11 വയസ്സ് വരെ നമ്മുടെ UPയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആ ഒരു ലെവലിൽ വരും. LP UP പഠിക്കുന്ന കുട്ടികൾ ആ ലെവലിൽ വരും. അവിടെ എന്താണ് പ്രശ്നം? കുട്ടികൾ നേരെ ചിന്തിച്ചതിന് തിരിച്ചു ചിന്തിക്കും. അതായത് റിവേഴ്സിബിലിറ്റി മെൻറ്റാലിറ്റി വരും. അതുപോലെ തന്നെ കൺസർവേഷൻസ് ആർജിക്കും. അതായത് പാത്രം മാറിയാലും അതിൻ്റെ വോളിയം മാറുന്നില്ലെന്നും വെയിറ്റ് മാറുന്നില്ലോ, കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് ഹൈറ്റ്, കൺസർവേഷൻ ഓഫ് വെയിറ്റ് എന്നിങ്ങനെയുള്ള കൺസർവേഷൻസ് കുട്ടികൾ ആചരിക്കും. അതുപോലെ തന്നെ
പല സവിശേഷതകൾ കുട്ടികൾ പരിഗണിക്കും. എന്നിട്ട് മാത്രമേ അവരൊരു നിഗമനത്തിൽ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിൽ എത്തത്തുള്ളൂ. അതായത് നേരിട്ട് പോയിട്ട് ഇതാണ് അതിന് കാരണമെന്ന് പറയത്തില്ല. അവർ പല രീതികളിലൂടെ ചിന്തിച്ച് നോക്കും. അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, ഇങ്ങനെ ചെയ്താൽ ശരിയാവുമെന്നൊക്കെ കുട്ടികൾ തിരിച്ചും മറിച്ച് പോലെ ചിന്തിക്കും. പിന്നെയുള്ളത് ഔപചാരികം, കുറച്ചുകൂടി യുക്തിപൂർവമായിട്ട് കുട്ടികൾ ചിന്തിക്കുന്നതാണ്. 11 വയസ്സിന് ശേഷം അല്ലേ, അതായത് കൗമാരമൊക്കെ വരുന്നതാണ്. അവിടെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ നാനാ വിധത്തിലുള്ള കാര്യങ്ങളെയും കുട്ടികൾ നോക്കിക്കാണും. അതിനുശേഷമേ ഒരു തീരുമാനത്തിൽ കുട്ടികൾ എത്തുകയുള്ളൂ. അതിനുശേഷം സാമൂഹിക പ്രശ്നങ്ങൾ ഇതാണ്, നീതിബോധം ഇതാണ്, സമൂഹത്തിലെ ശരിയും ശരിയും തെറ്റും ഇതാണെന്നൊക്കെയുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രമേ കുട്ടികൾ കാര്യത്തെ നോക്കി കാണുകയുള്ളൂ. അതിനെയാണ് ഔപചാരിക മനോവൈരോട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ലെക്സിയ എന്നത് പ്രധാനമായും ഏത് പരിമിതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഡിസ്ലെക്സിയ കേട്ടോ. കേൾവി, എഴുത്ത്, വായന, മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതാണ് ഡിസ്ലെക്സിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേൾവി, എഴുത്ത്, വായന, മുകളിൽ പറഞ്ഞവയെല്ലാം ഏതാണ് ഡിസ്ലെക്സിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റിക്കാസുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അവിടുന്ന് ഒരു ചോദ്യം ഷുവറാണ്. ഏതാണ് ഡിസ്ലെക്സിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേൾവിയാണോ, എഴുത്താണോ, വായനയാണോ? ഏതാണ്? വായന കേട്ടോ. വായനയുമായി ബന്ധപ്പെട്ട വൈകല്യമാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഗ്രാഫിയ, കണക്കുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ കാൽക്കുലിയ, ഡിസ്കാൽക്കുലിയ. ഇനി പേശി സംബന്ധമായിട്ടുള്ളതാണെങ്കിൽ ഡിസ്പ്രാക്സിയ കേട്ടോ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഭിന്നശേഷി പോലുള്ള കേസുകൾ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൂൾസ്, RPWD ആക്റ്റും PWD ആക്റ്റും എത്ര നിയമങ്ങൾ ഇപ്പം നിലവിലുണ്ടെന്നും ഒക്കെ പരീക്ഷ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ചോദ്യം ഷുവറാണ് കേട്ടോ. ഈ പറഞ്ഞ ഭിന്നശേഷി വിഭാഗത്തിൽ നിന്ന് ഒരു ചോദ്യം, അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഉൾച്ചേർക്കപ്പെട്ട വിദ്യാഭ്യാസം എന്ന ടോപ്പിക്കിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ട്. അത് എല്ലാ സബ്ജക്റ്റിനും ചോദിക്കും കേട്ടോ. അത് ഇംഗ്ലീഷ് എന്നില്ല, മലയാളം എന്നില്ല, സയൻസ് എന്നില്ല, സോഷ്യൽ എന്നില്ല, മാത്സ് എന്നില്ല, സൈക്കോളജി എന്നില്ല, എല്ലാത്തിൻ്റെ അകത്തും ചോദിക്കാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ ഉൾച്ചേർന്ന വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കേട്ടോ. അതും നോക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശിശുക്കളുടെ വികാരവുമായി തെറ്റായ പ്രസ്താവന ഏതാണ്? ശിശുക്കളുടെ വികാരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തേത് വികാരങ്ങൾ തീവ്രമാണ്. രണ്ടാമത്തേത് വികാരങ്ങൾ അല്പായുസ്സുള്ളവയാണ്. മൂന്നാമത്തേത് വികാരം പ്രകടനം കൂടെ ഉണ്ടാവുന്നു. നാലാമത്തേത് വികാരങ്ങൾ സ്ഥിരമാണ്. ഇതിലേതാണ് തെറ്റായ പ്രസ്താവന? ഏതാണ്? കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. വികാരങ്ങൾ സ്ഥിരമാണ് എന്ന് പറഞ്ഞത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന. കാരണം നമുക്കറിയാം വികാരം എന്താണ്? കുറച്ച് സമയം നമ്മളൊരു വാക്ക് പഠിച്ചല്ലേ, വികാരങ്ങൾ ക്ഷണികമാണ് അല്ലെങ്കിൽ ഹസ്രായിസ് ഉള്ളവയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചത്. അതായത് കുട്ടികൾക്കൊരു വികാരം ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? നിലനിൽക്കുകയുള്ളൂ. അതിനുശേഷം കുട്ടികൾ ആ കാര്യം മറന്നു പോകും. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ വികാരം എങ്ങനെയാണ്? ഹസ്രായിസ് ഉള്ളവയാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് എന്ന് അർത്ഥം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അരുണിൻ്റെ ബുദ്ധിമാനം അല്ലെങ്കിൽ IQ എന്നത് 120 ആണ്. അരുണിൻ്റെ IQ 120 ആണ്. അവൻ്റെ കാലിക വയസ്സ് 15 ആയാൽ മാനസിക വയസ്സ് എത്ര? IQ 120 ഉണ്ട്, കാലിക വയസ്സ് 15 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അരുണിൻ്റെ മാനസിക വയസ്സ് എത്ര? 15, 16, 17, 18. അരുണിൻ്റെ മാനസിക വയസ്സ് കണ്ടുപിടിക്കണം. IQ എന്നത് 120 ആണ്, കാലിക വയസ്സ് 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ മാനസിക വയസ്സ് എത്രയാണ്? 15, 16, 17, 18. കണ്ടുപിടിച്ചോ. IQ ഇക്വേഷൻ എന്താണ്? MA/CA × 100. അവിടെ നമുക്ക് തന്നിരിക്കുന്നത് IQവും അതുപോലെ തന്നെ CA കാലിക വയസ്സും ഉണ്ട്. അവിടുന്ന് MA കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞാണ്. കണ്ടുപിടിച്ചോ, ഉത്തരം പറഞ്ഞു. 15, 16, 17, 18. ഇതിലേതാണ് അരുണിൻ്റെ IQ? പതിനഞ്ച്, 16, 17, 18. അരുണിൻ്റെ IQ ഇവയിൽ ഏതാണ് വരേണ്ടത്? 18 ഒരു ഉത്തരം വന്നു. യെസ്, ബാക്കി വേറെ ഉത്തരങ്ങൾ.
വേറെ ഉത്തരങ്ങളില്ലേ? 18 മാത്രമേ ഉള്ളൂ. ഒരു ഉത്തരവേ ഒന്നുള്ളല്ലോ. ബാക്കി എന്തി? വീണ്ടും ഒരു 18 വന്നു. പിന്നെ 18 വീണ്ടും വരുന്നുണ്ട്. യെസ്, ഉത്തരം 18 തന്നെയാണ് കേട്ടോ. എന്താണ് പറഞ്ഞത്? അരുണിൻ്റെ IQ എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ നമുക്കറിയാം IQ = 120. കാലിക വയസ്സ് 15 അതായത് CA എന്ന് പറയുന്നത് 15 അപ്പോൾ നമുക്ക് കിട്ടി IQ = എന്താണ്? MA/CA × 100 ആണ്. അപ്പോൾ എന്ത് വരും? 120 = MA/15 × 100. അവിടുന്ന് MA എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം 120 × 15 ÷ 100 ചെയ്താൽ എന്നാ കിട്ടും? നമ്മുടെ MA കിട്ടും. അപ്പോൾ 120ൻ്റെ അകത്തെ 0-ഉം 120ൻ്റെ 0-ഉം താഴത്തെ ഒരു 0 കൂടി പോയാൽ 12 × 15/10 വരും അല്ലേ? 12 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 150-ഉം 165 180 വരും അല്ലേ? 180/10 കിട്ടും. നമുക്ക് ആൻസർ എത്ര കിട്ടും? 18 കിട്ടും. കിട്ടിയായിരുന്നോ? ചെയ്ത് കാണിക്കണോ? 18 എന്നുള്ളത് ചെയ്ത് കാണിക്കണോ? IQ എന്നുള്ള ചോദ്യം എന്നതാണേലും ചോദിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവർത്തിച്ചുള്ളതാണ് നമ്മുടെ ഹോംവർക്ക് കാട്ടുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യനും കേട്ടോ ചെയ്ത് കാണിക്കണം. യെസ്, കാണിച്ചു തരാം. എങ്ങനെയാണ് ചെയ്യേണ്ടത്? IQ = MA/ ഓക്കെ ഒരു മിനിറ്റ്. IQ = ഓക്കെ ഗണിതം വർഷീറ്റ് ഓക്കെ ഒരു പേജ് തുറക്കാം. ഓക്കെ, സ്ക്രീൻ കാണാമോ നിങ്ങൾക്ക്? സ്ക്രീൻ കാണാമോ? ഇല്ല. ഓക്കെ ഒരു മിനിറ്റ്. ഇപ്പോൾ ഇടാം. ഇപ്പോൾ വന്നില്ലേ? ഓക്കെ. അപ്പോൾ എന്താണ് നമുക്ക് തന്നത്? IQ വന്നിട്ടുണ്ടല്ലേ? IQ എത്രയാണ്? 120 അല്ലേ? 120 ആണ്. അതുപോലെ തന്നെ CA കാലിക വയസ്സാണ് എന്നത് 15 അല്ലേ? നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താണ്? IQ = MA/CA × 100 അല്ലേ? നമുക്കറിയാവുന്ന ഈ ഇക്വേഷനേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തറിയാം ഇവിടെ? IQ എന്നത് 120 ആണ്. MA അറിയത്തില്ല, മാനസിക വയസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. MA/ കാലിക വയസ്സുണ്ട് 15 അല്ലേ? × 100. നമുക്കിവിടെ നിന്ന് എന്ത് വേണം? MA വേണം. അപ്പോൾ MA എങ്ങനെ കണ്ടുപിടിക്കും? MA കണ്ടുപിടിക്കാനായിട്ട് 120നെ 15 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 120 × 15 ÷ 100 ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു 0 ഇവിടെ ഒരു 0 രണ്ടും വെട്ടിപ്പോയി. പിന്നെ ഉള്ളത് 12 × 15. 12 15 എത്രയാണ്? 180. 180/10 വരും. 10ൻ്റെ 0 180ൻ്റെ 0 വെട്ടിപ്പോയി പിന്നെ എത്ര വരും? 18 നമുക്ക് വരേണ്ട ഉത്തരം. കണ്ടോ? ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. മിക്കപ്പോഴും പരീക്ഷ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന മറ്റൊരു ഭാഗമാണ് ഈ പറഞ്ഞ IQ കേട്ടോ. IQവിൻ്റെ റേഞ്ചും. IQവിൻ്റെ റേഞ്ച് എത്രയൊക്കെയാണെന്നറിയാമോ? IQവിൻ്റെ റേഞ്ചുകൾ അത് മിക്കപ്പോഴും പരീക്ഷയിലുള്ള IQവിൻ്റെ താഴെ പറയുന്നവയിൽ IQവിൻ്റെ റേഞ്ച്, ഈ പറഞ്ഞ റേഞ്ച് എവിടെ പെടുന്നു, അല്ലെങ്കിൽ നമ്മുടെ ശരാശരി ബുദ്ധി എവിടെ വരുന്നു, പ്രതിഭാശാലി എവിടെ വരുന്നു, ശ്രേഷ്ഠ ബുദ്ധിക്കാരൻ എവിടെ തൊട്ട് എവിടെ വരെ വരുന്നു എന്നുള്ള ചോദ്യങ്ങളും വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ. അതായത് നമുക്കറിയാം 30ന് താഴെയാണെങ്കിൽ നമ്മൾ പറയുന്ന ജഡബുദ്ധി, 30നും 50നും ഇടയാണെങ്കിൽ ക്ഷീണബുദ്ധി, 50നും 7നും ഇടയിലാണെങ്കിൽ മൂഢബുദ്ധി, 70നും 85നും ഇടയാണെങ്കിൽ മന്ദബുദ്ധി. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന മന്ദബുദ്ധിക്ക് എത്രയുണ്ട് IQ? 70നും 85നും ഇടയിലുണ്ട് മന്ദബുദ്ധിക്കാർക്ക് IQ. അപ്പോൾ മന്ദബുദ്ധി അല്ല അവൻ കേട്ടോ. അടുത്തത് ശരാശരി ബുദ്ധി 85 മുതൽ 115 വരെ. പിന്നെ 115നും 130നും ഇടയിൽ ശ്രേഷ്ഠ ബുദ്ധി, 130ന് മുകളിലാണെങ്കിൽ പ്രതിഭാശാലി അല്ലെങ്കിൽ ദൃഢനാശാലി എന്ന് നമ്മൾ പറയും, ജീനിയസ് എന്ന് പറയും കേട്ടോ. 115ന് മുകളിലോട്ടുള്ളവരെ നമ്മൾ പ്രതിഭാസമ്പന്നരിൽ നിന്നും, അതുപോലെ തന്നെ 30ന് താഴെയും 85ന് മുകളിലുള്ള ആൾക്കാരെ നമ്മൾ ദുർബല ബുദ്ധിക്കാർ, ഫീബിൾ മൈൻഡഡ് എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട് കേട്ടോ. ബാക്കി ആവറേജുകാരെ നമ്മൾ ആവറേജുകാരാണ് മിക്കപ്പോഴും ചോദിക്കുന്നത്. 85നും 115നും ഇടയിലാണ് ശരാശരി ബുദ്ധിക്കാർ ഓടുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, ഈ ഒരു കാര്യത്തിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, ഉറപ്പായിട്ടും ചോദിക്കും.
ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗം തന്നെ കേട്ടോ, കാലിക വയസ്സും മാനസിക വയസ്സും തമ്മിലുള്ള ഇത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ത്രിമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ത്രിമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? തേസ്റ്റനാണോ, ഗിൽഫോർഡ് ആണോ, സ്പിയർമാൻ ആണോ, തോണ്ടൈക്ക് ആണോ? ത്രിമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത്, 3 ഫേസ് തിയറി അവതരിപ്പിച്ചത് ആരാണ്? തേസ്റ്റനാണോ, JP ഗിൽഫോർഡ് ആണോ, ചാൾസ് സ്പിയർമാൻ ആണോ, തോണ്ടൈക്ക് ആണോ? ത്രിമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? ത്രിമുഖ സിദ്ധാന്തം കറക്റ്റാണ്, JP ഗിൽഫോർഡ് കേട്ടോ. JP ഗിൽഫോർഡ് ആണ് ത്രിമുഖ സിദ്ധാന്തം അവതരിപ്പിച്ചത്. ഇതും പരീക്ഷാപത്രം മിക്കപ്പോഴും ഉള്ളതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ദ്വിഘടക സിദ്ധാന്തമാണെങ്കിൽ ചാൾസ് സ്പിയർമാൻ അല്ലേ, ദ്വിഘടക സിദ്ധാന്തം ചാൾസ് സ്പിയർമാൻ ആണ്. ബഹുഘടക സിദ്ധാന്തം തോണ്ടൈക്കാണ്. അതുപോലെ തന്നെ സംഘടക സിദ്ധാന്തം തേഴ്സനാണ്. അതുപോലെ തന്നെ ത്രിമുഖ സിദ്ധാന്തം JP ഗിൽഫോർഡ് ആണ് കേട്ടോ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇനിയും ബുദ്ധിക്ക്, നമ്മുടെ ബുദ്ധിക്ക് ദ്രവ്യബുദ്ധി എന്നും ഖരബുദ്ധി എന്നുമുള്ള വിഭജനം നടത്തിയത് ആരാണ്? ബുദ്ധിക്ക് ദ്രവ്യബുദ്ധി അതുപോലെ തന്നെ ഖരബുദ്ധി എന്നതിനുള്ള വിഭജനം നടത്തിയത് ആരാണ്? റൈമൻ കാറ്റിലാണോ, ഹൊവാർഡ് ഗാർഡനർ ആണോ, തേഴ്സൺ ആണോ, സ്പിയർമാൻ ആണോ? ആരാണ്? റൈമൻഡ് കാറ്റൽ അല്ലേ. അതിൽ നിന്നും ചോദ്യങ്ങൾ 1-2 തവണ ആവർത്തിച്ചിട്ടുണ്ട്. അതായത് ഈ ദ്രവ്യബുദ്ധിയും ഖരബുദ്ധിയും, അതായത് ക്രിസ്റ്റലൈസ് ഇൻറ്റലിജൻസും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇൻറ്റലിജൻസും അല്ലേ. അതായത് നൈസർഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന കഴിവിനെ നമ്മൾ എന്ത് പറയും? ഫ്ലൂയിഡ് ഇൻറ്റലിജൻസ് പറയും. അതുപോലെ തന്നെ നാം ആർജിച്ച അല്ലെങ്കിൽ ജ്ഞാനത്തെ അല്ലെങ്കിൽ അതിനെ പ്രശ്നപരിഹാര സന്ദർഭങ്ങൾ എടുക്കുന്നതിന് പറയുന്ന പേരാണ് ക്രിസ്റ്റലൈസ് ഇൻറ്റലിജൻസ് കേട്ടോ. അപ്പോൾ മികച്ച ക്രിസ്റ്റലൈസ് ഇൻറ്റലിജൻസ് ഉള്ള ഒരു കുട്ടിക്ക് മികച്ച ഒരു ഫ്ലൂയിഡ് ഇൻറ്റലിജൻസും കാണും. അത് ജന്മനാ കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആർജിച്ചെടുക്കുന്നതായിട്ടുള്ള കഴിവാണ് ഈ പറഞ്ഞ എന്തെന്ന് പറയുന്നത് ക്രിസ്റ്റലൈസ് ഇൻറ്റലിജൻസും അതുപോലെ തന്നെ ഫ്ലൂയിഡ് ഇൻറ്റലിജൻസും പറയുന്നത് കേട്ടോ. ആ കാര്യം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത് ഏതാണ്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഏതാണ്? ആദരിക്കപ്പെടാനുള്ള ആവശ്യമാണോ, സുരക്ഷിതത്വ ആവശ്യമാണോ, ആത്മസാക്ഷാത്കാരമാണോ, ശാരീരിക ആവശ്യമാണോ? ഏതാണ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ളത്? നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന മതി അല്ലേ, ആത്മസാക്ഷാത്കാരം അല്ലേ. എല്ലാവരും, ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹം മൊത്തത്തിൽ ആഗ്രഹിക്കുക എന്താണ്? ആത്മസാക്ഷാത്കാരത്തിലെത്താൻ, അതായത് നമ്മുടെ സെൽഫ് അക്വിറ്റേഷനിലേക്ക് എത്താനായിട്ടാണ് നമ്മളെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. നൂറ് മീറ്റർ പെർ സെക്കൻഡ് എന്നത് ഡാഷ് കിലോമീറ്റർ പെർ മണിക്കൂറാണ്. 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഡാഷ് കിലോമീറ്റർ പെർ മണിക്കൂറാണ്. നമ്മുടെ കൺവേർഷൻ എന്ന് ചോദിച്ചതാണ്. അതിൽ നിന്നൊരു ചോദ്യം മിക്കപ്പോഴും വർഷാപ്പുറമുള്ളതാണ്. എവിടെയെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്യാനായിട്ട് കാണും. ചോദ്യം ഇതാണ്, 100 മീറ്റർ പെർ സെക്കൻഡ് ഈസിക്കൽ ഡാഷ് കിലോമീറ്റർ പെർ മണിക്കൂർ. 100 മീറ്റർ പെർ സെക്കൻഡ് ഈസിക്കൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ. കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, എത്രയാണ് ആൻസർ വരേണ്ടത്? 100 മീറ്റർ പെർ സെക്കൻഡ് ഈസിക്കൽ ടു ഡാഷ് കിലോമീറ്റർ പെർ അവർ. എത്രയാണ് വരേണ്ടത്? അരശിമുട്ടിൽ അപ്പുക്കുട്ടിന് വേണ്ടി ലോക്ക് ചെയ്യുന്ന ഓപ്ഷൻ നമ്പർ 360. യെസ്, 360. ആരെങ്കിലും യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു. ഉണ്ടോ? 360 എന്നൊരു ഓപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണോ പറഞ്ഞത്? യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? കണ്ടുപിടിച്ചോ. ഇതിനെ എന്തിലേക്ക് എന്തുകൊണ്ട് മാറ്റാനായിട്ട് എന്തുകൊണ്ട് ഗുണിക്കണമെന്ന് മാത്രം ആലോചിച്ചാൽ മതി, പട്ടേന്ന് ഉത്തരം കിട്ടും. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ആക്കാൻ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 100 ഗുണം അല്ലേ. നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ ആക്കാനായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞ 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ എന്നാ വരും? വെട്ടിക്കള അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ നമുക്കറിയാം എത്ര വരും? 100 ഗുണം 18 1800 ഡിവൈഡ് ബൈ 5 അല്ലേ. 1800-നകത്ത് എത്ര വട്ടം 5 ഉണ്ട്? നമുക്കറിയാം 36 തവണ 0 360 തവണയുണ്ട് നമ്മുടെ 1800-ൽ 5. അപ്പോൾ 360 ആണ് ഇവിടെ ഉത്തരം വരേണ്ടത് കേട്ടോ. തിരിച്ചും മറിച്ചും ചോദിക്കും. അതായത് എങ്ങനെയാണ്?
മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനായിട്ട് 18/5 കൊണ്ട് ഗുണിക്കണം. അതായത് വലിയ സംഖ്യ ആക്കാനായിട്ട് 18/5 കൊണ്ട് ഗുണിക്കണം. ഇനിയും കിലോമീറ്റർ പവറിനെ മീറ്റർ പെർ സെക്കൻഡായിട്ട് 5/18 കേട്ടോ, നേരെ തിരിച്ചിട്ടാണ് ഗുണിക്കേണ്ടത്. ഇത്ര പാടന്നെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അത് കണ്ടുപിടിക്കണം കേട്ടോ. ചോദ്യങ്ങൾ ഇവിടുന്ന് ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വളരെ സിമ്പിളാണ്, ആലോചിച്ച ഉടനെ ഉത്തരം കിട്ടും. 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു കേട്ടോ. 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു. അതായത് ഇങ്ങനെയാണ് 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സമചതുരം ഇത്, രണ്ടാമത്തെ സമചതുരനോട് തന്നെ ചേർത്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, 2 സമചതുരങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു. ഓരോ സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് 64 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 64 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇതിൻ്റെ പെരിമീറ്റർ എത്ര? ഇതിൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് എത്ര? കണ്ടുപിടിച്ചു. 2 സമചതുരങ്ങളാണ്, അതിൽ ഓരോന്നിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് 64 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് എത്ര? ചുറ്റിനുള്ള അളവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചോ. ഓരോന്നിൻ്റെയും ഏരിയ 64 സെൻറ്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് എത്ര? എങ്ങനെ കണ്ടുപിടിക്കും? ഒരു സ്ക്വയറിനെ എടുക്ക്. നമുക്കറിയാം സ്ക്വയറിൻ്റെ ഏരിയ തന്നെയാണ് 4a അല്ലേ, അല്ലെങ്കിൽ എ സ്ക്വയർ തന്നെ എടുക്കും. എ സ്ക്വയർ എടുക്കുക അല്ലേ. എ സ്ക്വയർ = 64 സെൻറ്റിമീറ്റർ അല്ലേ. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? 64 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എങ്ങനെ പിടിക്കും? എ എടുക്കാനായിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? സ്ക്വയർ മാറ്റാൻ റൂട്ട് എടുക്കണം. റൂട്ട് 64 എത്രയാണ്? 64 റൂട്ട് എത്രയാണ്? 8 അല്ലേ. അപ്പോൾ ഒരു സൈഡ് വരേണ്ട എത്രയാണ്? ഇവിടെ 8, ഇവിടെ 8, ഇവിടെയും 8, ഇവിടെയും 8, ഇവിടെയും 8, ഇവിടെയും 8. മൊത്തം ഒന്ന് കൂട്ടിക്കേ. 8 8 7 12 3 14 4 8 40 6 48. കണ്ടോ എത്ര വരും? 48 സെൻറ്റിമീറ്റർ വരും ഇതിൻ്റെ മൊത്തം പെരിമീറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? വളരെ സിമ്പിളാണ്. ലോജിക്ക് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. കണ്ടോ, നമുക്കറിയാം ഏരിയയും നമ്മളതുപോലെ തന്നെ പെരിമീറ്ററും എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ. കറക്റ്റല്ലേ? അവിടുന്ന് 2 സമചതുരങ്ങൾ ഒരുമിച്ച് വെച്ചാൽ 2ൻ്റെ കൂടെ കൂട്ടി എത്ര വരും? 128 വേണമെന്ന് വരെ പറയാം. അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് ഒരു സ്ക്വയറിൻ്റെ ഏരിയ 64 ആണെങ്കിൽ ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചുള്ള ഈ പെരിമീറ്റർ എത്രയാണ്, അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണ്? നമുക്കറിയാം ഏരിയ ഓഫ് എ സ്ക്വയർ, അല്ലെങ്കിൽ ഒരു ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത്, സമചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. സോ എ സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ എ എവിടെ നിന്ന് കണ്ടുപിടിക്കണം? ഒരു സൈഡിൻ്റെ നീളം കണ്ടുപിടിക്കണം. സ്ക്വയർ മാറ്റാൻ എന്തെടുത്താൽ മതി? റൂട്ട് എടുത്താൽ മതി. അപ്പോൾ റൂട്ട് ഓഫ് 64 എത്ര വരും? 8 വരും. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്ക്വയറിൻ്റെ ഒരു വശം 8 ആണ്. അപ്പം ഒരു വശം തൊട്ട് 8 കൊടുക്കുക, അടുത്ത വശം 8, വീണ്ടും അടുത്ത വശം 8. കാരണം 2 സമചതുരങ്ങൾ ഒരുപോലുള്ള വെച്ചത്. വീണ്ടും മേലോട്ടിട്ട് സൈലോട്ടിട്ട് മൊത്തത്തിൽ 8. അപ്പോൾ ഇനി എത്ര 8 ഉണ്ടെന്ന് നോക്കണ്ടോ. 8 8 2 16 3 24 4 32 8 40 6 48. 48 സെൻറ്റിമീറ്റർ ആണ് എന്തുള്ളത്? നമ്മുടെ എന്താണ് മൊത്തത്തിലുള്ള എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒരു പടം തന്നെയാണ്, ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള ചോദ്യം നമ്മുടെ ഈ പറഞ്ഞ ലീനിയർ പെയർ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. എ ഉണ്ട്, ഇവിടെ ഒരു ഒ ഉണ്ട്, ഇവിടെ ഒരു ബി ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബി ഉണ്ട്, ഇവിടെ ഒരു പി ഉണ്ട് കേട്ടോ. ചോദ്യം ഇതാണ്, ചിത്രത്തിൽ എ ബി എന്ന വരയിലൊരു ബിന്ദുവാണ് ഒ. അതായത് ഇത് എ ബി ആണ്, അതിലെ ബിന്ദുവാണ് ഈ കിടക്കുന്ന ഒ, നടുക്കത്തെ ഈ പോയിന്റ് ഒ എന്ന് പറയുന്നത്. ചിത്രത്തിൽ എ ബി എന്ന വരയിലെ ബിന്ദുവാണ് നടുക്കത്തെ ഒ. ആംഗിൾ എ ഒ പിയുടെ അളവിൻ്റെ 4 മടങ്ങാണ് ആംഗിൾ ബി ഒ പിയുടെ അളവ്. എന്താണ്? ആംഗിൾ എ ഒ പിയുടെ ഇതിൻ്റെ 4 മടങ്ങാണ് പറയുന്ന ബി ഒ പി എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ് ചെയ്യിപ്പിച്ച അതേ കണക്കാണ് ബി ഒ പി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഒ പി എത്ര? ആംഗിൾ ബി ഒ പി എത്ര? ലീനിയർ പറയുന്നുള്ള ചോദ്യമാണ്.
നമ്മുടെ 5ാം ക്ലാസ്സിലെ ആറാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം, 6ലെ 7ാമത്തെ ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം വരുന്നതാണ് ഈ ലീനിയർ പെയർ സപ്ലിമെൻ്ററി ആംഗിൾസും എല്ലാം കേട്ടോ. 7ലും വരുന്നതാണ്. ചോദ്യങ്ങൾ സ്ഥിരമായിട്ടുള്ള ഒരു പാർട്ടാണ്. നോക്കി പറഞ്ഞു. AOP യുടെ 4 മടങ്ങാണ് എന്തെന്ന് പറയുന്നത്, BOP എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOP എത്ര? കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചോ. ഇവിടെ നോക്കിയേ, AOP എക്സ് എന്ന് കൊടുത്താൽ BOP എത്ര ആയിരിക്കണം? 4 മടങ്ങ് അല്ലെങ്കിൽ 4x ആയിരിക്കണം അല്ലേ. ഇപ്പോൾ നമുക്കറിയാം എക്സും 4xും കൂടി കൂട്ടിയാൽ എത്രയേ കിട്ടാവുള്ളൂ? 180 ആകെ കിട്ടാവുള്ളൂ. കാരണം ഇതൊരു ലീനിയർ പെയർ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി എക്സും 4xും കൂട്ടി എത്രയാണ്? എൻ്റെ കയ്യിൽ ഒരു മിഠായി ഇരിക്കെ എനിക്ക് ഒരാൾ 4 മിഠായും കൂടി തന്നാൽ എൻ്റെ മൊത്തത്തിൽ എത്ര മിഠായി? 5 മിഠായി എന്ന് പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഒരു എക്സ് ഉണ്ട്. ആ എക്സിൻ്റെ കൂട്ടത്തിൽ 4x കൂടി കൂട്ടിയാൽ എൻ്റെ കയ്യിൽ മൊത്തം എത്ര എക്സ്? 5x. സോ 5x എന്നാ വരും? 180 വരും അല്ലേ. അപ്പോൾ എന്നാ വരും? എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ സാധനം പറയുമ്പോൾ ആരായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 180/5 അല്ലേ. 180/5 എത്രയാണ്? നമുക്കറിയാം 36. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് എക്സിൻ്റെ വില എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് BOP ആണ്. അപ്പോൾ BOP എന്ന് വെച്ചാൽ എന്താണ്? 4x, അതായത് 36 × 4 അല്ലേ. 4 × 36 ചെയ്ത് നോക്കണം. നമുക്കറിയാം 6 4 24, 4 ഇഷ്ടം 2, 4 3 12 2 14. ആൻസർ കിട്ടി 144 ഡിഗ്രി. ഇതിനെന്നെ എത്ര പാടിയിരിക്കുന്നേ? കിട്ടിയില്ലേ 144? 2 കമൻറ്റ് വന്നായിരുന്നു. കണ്ടോ 144 വന്നത്? വളരെ എളുപ്പമെന്ന് ചെയ്യാം. നമ്മൾ ഓർക്കും വലിയ സംഭവം എന്ന് ഓർക്കും. കണ്ടോ, ഒന്നുമില്ല. ലീനിയർ പെയർ അല്ലെങ്കിൽ നമുക്കറിയാം ഒരു സമാന്തര വര, ഒരു നേരെയുള്ള വര വരച്ചിട്ട് അതിന് ലൈൻ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള വര എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആ ചെറിയൊരു കോൺസെപ്റ്റാണ് ഇവിടെ നമുക്ക് വന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിലെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആണ്. 5 1/2 എത്ര 1/2 ഉണ്ട്? സിമ്പിളായിട്ട് പറഞ്ഞാൽ 5/2 എത്ര അരയുണ്ടെന്ന്. അതല്ലേ ചോദിച്ചത്. 5 1/2 എത്ര 1/2 ഉണ്ട്? അല്ലെങ്കിൽ 5/2 എത്ര അരയുണ്ട്? അത് പാടുള്ള തന്നെ എടുക്കണം. അര, 1, 1.5, 2, 2.5, 3, 1.5, 4 എന്നിങ്ങനെ കൂട്ടിയാണ് കണ്ടുപിടിക്കാം. എത്ര എണ്ണം ഉണ്ട്? 5/2 എത്ര അരകളുണ്ട്? എത്ര എണ്ണം ഉണ്ട്? 5/2 എത്ര അരയുണ്ട്? എത്ര അരകളുണ്ട് 5/2-കകത്ത്? നമ്മൾ കൈ കൂട്ടി നോക്കിയേ. അര, 1, 1.5, 2, 2.5, 3, 3.5, 4, 4.5, 5. 5 ആയപ്പോൾ തന്നെ 10 അരകളായി അല്ലേ. പിന്നെ പോയിട്ട് 5 അരയ്ക്കകത്ത് എത്ര എണ്ണം വരും? 11 എണ്ണം വരും. മനസ്സിലായോ? 11 അര വരും 5 അരയ്ക്കകത്ത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, 5/2 എത്ര കാലുകളുണ്ട്? 5 1/2 എത്ര 1/4 എത്ര ഉണ്ട്? ഇപ്പോൾ 11 കിട്ടിയാൽ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി സിമ്പിളായിട്ട്. എത്രയാണ് 11ൻ്റെ ഇരട്ടി? 11 × 2 എത്ര? 22 കേട്ടോ. അങ്ങനെ എളുപ്പം തന്നെ കാണിക്കാം. ഇനി തിയററ്റിക്കലായിട്ട് അങ്ങ് സോൾവ് ചെയ്യും. നമുക്കറിയാം 5 1/2 അകത്ത് അല്ലേ, 5 1/2 എത്ര കാലം എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര കാലം എന്ന് വെച്ചാൽ 5 1/2 നമ്മൾ എന്ത് ചെയ്യണം? 1/4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ഡിവൈഡഡ് ബൈ 1/4 ആണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണയായിട്ട് കണക്ക് ചെയ്യുവാണെങ്കിൽ. ഇതൊരു മിക്സറാണ്. അതിനെ നമ്മൾ സാധാരണയിൽ കൊണ്ടുവരണമെങ്കിൽ 5 × 2 + 1 അല്ലേ. അപ്പോൾ 2 10, 1 11/2 ഡിവൈഡഡ് ബൈ 1/4. നമുക്കറിയാം ഡിവിഷൻ ആണെങ്കിൽ എന്നാ കാണിക്കും? തലതിരിവ് കാണിക്കും. അപ്പോൾ എന്നാ വരും? 11/2 ഗുണം 4/1. റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കാന്ന് പറയും. 11 × 4 എന്ന് പറഞ്ഞാൽ 44/2. 44ൻ്റെ പതി എത്രയാണ്? 22. കണ്ടോ, ഉത്തരങ്ങൾ ഇങ്ങനെയെല്ലാം കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഏത് രീതിയിലും കണ്ടുപിടിക്കാം, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4x + 3 കേട്ടോ. 4x + 3 = 2x +
11. 4x + 3 = 2x + 11 കേട്ടോ. 4x + 3 = 2x + 11 ആയാൽ എക്സിൻ്റെ വില എത്ര? 4x + 3 = 2x + 11 ആയാൽ എക്സിൻ്റെ വില എത്ര? ഓപ്ഷൻ തരാം. സോ ട്രയൽ മെത്തേഡ് നമുക്ക് നോക്കിയാൽ മതി. ഓപ്ഷൻ തരാം. 4, 6, 8, 0. 4, 6, 8, 0. എക്സിൻ്റെ വില വേണം. 4, 6, 8, 0 കേട്ടോ. ട്രയൽ മെത്തേഡ് നോക്കിയാൽ മതി. 4, 6, 8, 0. രണ്ടിടത്ത് 4 കൊടുക്കുക. അപ്പോൾ ഈക്വലാവും നോക്കുക. ഇല്ലെങ്കിൽ അടുത്ത വാല്യൂ 8 നോക്കുക. ഈക്വലാവും നോക്കുക. അല്ലെങ്കിൽ അടുത്ത വാല്യൂ 2 കൊടുക്കുക. ഈക്വലാവും നോക്കുക. അടുത്ത വാല്യൂ 0 കൊടുക്കുക. ഈക്വലാണെന്ന് നോക്കുക. ഏതാണ് ഈക്വലാകുന്നത്? 2 വാല്യൂ സെയിം ആണ്. ഏതാണ്? ഏതാണ്? 4 ആണോ 6 ആണോ 8 ആണോ 0 ആണോ? കിട്ടിയില്ലേ? കൊടുത്തു നോക്കിക്കോ. 4 രണ്ടിടത്ത് ഇട്ട് കൊടുക്കുക. എക്സിൻ്റെ വാല്യൂ 4 ഇട്ട് കൊടുക്കുക. കിട്ടുമോ നോക്ക്. 2 വാല്യൂ സെയിം ആയിട്ട് നമുക്ക് നോക്കാം. 4, 6, 8, 0 അല്ലേ? കറക്റ്റ് ഉത്തരവാണ്. 4 ഉത്തരം വേണ്ടത്. എങ്ങനെ വരും? നമ്മൾ എക്സിൻ്റെ വാല്യൂ 4 നമ്മൾ ഇട്ട് കൊടുക്കുക. ട്രയൽ മെത്തേഡ് നമ്മൾ നോക്കുവാണ്. അപ്പം 4 × 4 + 3 = 2 × 4 + 11 അല്ലേ? അപ്പോൾ അതിനെ വരും നമുക്കറിയാം. 4 16 അല്ലേ? 16 + 3 എന്ന് പറയുന്നത് 4 2 8 + 11 കൂട്ടിയാൽ കിട്ടുമോ നോക്കണം. 16 3 19 ആണ് അല്ലേ? അപ്പോൾ 19 എന്ന് പറയുന്നത് 11 8 എത്രയാണ്? 19 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്തായാലും 2 വീക്കിനകത്തുള്ളൂ 4 ആയാൽ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ബേസിൽ തന്നെയാണ് വരേണ്ടത്? 4 ആണ് വരേണ്ടത് കേട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നോക്കാം കേട്ടോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കണം. 7 0 3 5 എന്താണ്? 7 0 3 5 കേട്ടോ. 7, 0, 3, 5 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാവുന്ന 5ൻ്റെ ഗുണിതമായ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഈ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാവുന്ന 5ൻ്റെ ഗുണിതമായ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ തരാം. 30 57. രണ്ടാമത്തെ ഓപ്ഷൻ 35 70. മൂന്നാമത്തേത് 30 75. അവസാനത്തേത് 75 30. ആലോചിച്ച് കണ്ടുപിടിക്കും. ചെയ്ത് നോക്കണമെന്നില്ല, ആലോചിച്ചാൽ കിട്ടും. 5ൻ്റെ ഗുണിതങ്ങളുടെ പ്രത്യേകത തന്നെ മാത്രം നോക്കിയാൽ മതി. ഡിവിസിബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യമാണ്. ഹരണക്ഷമത എന്ന ചോദ്യമാണ്. ഏതാണ് ഉത്തരം വരേണ്ടത്? ഹരണക്ഷമത ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഏഴ് 0 3 5 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് എഴുതാവുന്ന 5ൻ്റെ ഗുണിതമായ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഏതാണ്? 5ൻ്റെ ഗുണിതമാകുമ്പോൾ അവസാനത്തെ നമ്പർ ഏതൊക്കെയായിരിക്കണം? 5ൻ്റെ ഗുണിതമാകുമ്പം നമുക്കറിയാം. ഒന്നെങ്കിൽ 5 ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റുമോ? അവസാനത്തെ നമ്പർ 7 ആണ്. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ ഓപ്ഷൻ 35 70 എടുത്താൽ നമുക്ക് നോക്കി 0 കിടപ്പുണ്ടല്ലേ? ആദ്യത്തെ വാല്യൂ 0 വന്നാൽ നമ്മൾ ആ വാല്യൂ എടുക്കത്തില്ല. ഇപ്പോൾ 0 3 7 5 എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാല്യൂ എടുക്കത്തില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആരെ എടുക്കാം? 30 75 73 75 30 അല്ലേ? ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ ആരാണ്? 30 25. അപ്പോൾ ഏതാണ് ഉത്തരം വരേണ്ടത്? 3075 ഉത്തരം വരേണ്ടത്. കണ്ടോ? അങ്ങനെ സിമ്പിളായിട്ട് ചിന്തിച്ച് ഉത്തരത്തിലേക്ക് പോകാം. കാരണം 5ൻ്റെ ഹരണക്ഷമത വരുമ്പോൾ എന്താണ് പ്രത്യേകത? അവസാനത്തെ നമ്പർ 0 അല്ലെങ്കിൽ എന്തോ വരും? 5 ആണ് വരേണ്ടത്. മിക്കപ്പോഴും വർക്ക്ഷോപ്പിലുള്ളത് 3ൻ്റെ അല്ലെങ്കിൽ 9ൻ്റെ കേട്ടോ. അവരുടെ ഹരണക്ഷമതയാണ് മിക്കപ്പോഴും വർക്ക്ഷോപ്പിലുള്ളത്. കാരണം അത് ഏതാണ്? 4ാം ക്ലാസ് തൊട്ട് നമുക്ക് പഠിക്കാനുള്ള കേട്ടോ. 4 അല്ല 5ാം ക്ലാസ് തൊട്ട് നമ്മൾ തുടങ്ങുന്നതാണ് ഈ ഹരണക്ഷമതയ്ക്കകത്ത് 3ൻ്റെയും 9ൻ്റെയും. കാരണം സംഖ്യകൾ തമ്മിൽ കൂട്ടുക,
കൂട്ടുന്ന തുക ഇവന്മാരുടെ ടേബിൾ ഉണ്ടോ നോക്കുക, ചെക്ക് ചെയ്യുക, ഇറങ്ങിപ്പോവുക. അതാണ് ഉത്തരം വരേണ്ടത്. ശരി, മിക്കപ്പോഴും അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇടയ്ക്കൊന്നും മാറ്റി ചോദിച്ചു കേട്ടോ. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഒരു റാങ്ക് പട്ടികയിൽ മനു മുകളിൽ നിന്നും 18-മതും ഒരു റാങ്ക് പട്ടികയിൽ മനു മുകളിൽ നിന്നും 18-മതും പുറകിൽ നിന്നും 10-മതുമാണ്. ഒരു റാങ്ക് പട്ടികയിൽ മനു എന്നത് മുകളിൽ നിന്നും 18-മതും ചുവട്ടിൽ നിന്നും 10-മതുമാണ്. അങ്ങനെയാണെങ്കിൽ റാങ്ക് പട്ടികയിൽ ആകെ എത്ര പേരുണ്ട്? വളരെ എളുപ്പം കണ്ടുപിടിക്കാം. എത്ര പേരുണ്ട് റാങ്ക് പട്ടികയിൽ? എന്തെടുത്താൽ മതി? മുകളിൽ നിന്നും 18-മതാണ്, താഴെ നിന്ന് 10-മതാണ്. അപ്പോൾ രണ്ട് സംഖ്യ തമ്മിൽ കൂട്ടുക. 10ഉം 18ഉം കൂട്ടിയാൽ എത്രയാണ്? 28. അതിൽ നിന്ന് കുറയ്ക്കുക. 28 നിന്ന് കുറച്ചാൽ എത്രയാണ്? 27 കേട്ടോ. വളരെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് പോകാം. എന്താണ് ഇത്? മിക്കപ്പോഴും ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് പല ഇങ്ങനെ 8-മതാണ് 12-മതാണ് എന്നൊക്കെ പറയും. ചിലരിങ്ങനെ വരച്ചു നോക്കി കാണാൻ പറ്റും. 1 2 3 4 5 6 7 8 മനുവിൻ്റെ സ്ഥാനം അവിടെ. പുറകിൽ നിന്നും 1 2 3 4 5 6 8 എന്നിട്ട് രണ്ടുകൂടി ഇരുന്ന് എണ്ണും. വെറുതെ സമയം കളയുകയാണ്. എളുപ്പമാർഗ്ഗമാണ് പറഞ്ഞത്. എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക, അതിനുശേഷം എന്ത് ചെയ്യണം? 1 കുറയ്ക്കുക കേട്ടോ. രണ്ട് സംഖ്യകൾ കൂട്ടി തുടങ്ങി 1 കുറച്ചാൽ മതി. നമ്മുടെ ഉത്തരം അവിടെ ആയി കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു മൊഡ്യൂളിൻ്റെ വിനിമയത്തിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏതാണ്? ഒരു മൊഡ്യൂളിൻ്റെ വിനിമയത്തിന് ശേഷം പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏതാണ്? സഞ്ചിത രേഖയാണോ? പ്രതിഫലാത്മക കുറിപ്പാണോ? പഠന പുരോഗതി രേഖയാണോ? യൂണിറ്റ് പ്ലാനാണോ? ഏതാണ്? ഒരു മൊഡ്യൂളിൻ്റെ വിനിമയത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒരു ക്ലാസ്സിന് ശേഷം അല്ലേ? ടീച്ചർ സ്വയമേ വിലയിരുത്തുന്ന പറഞ്ഞ പേരെന്താണ്? അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കുന്നത് ഏതാണ്? ടീച്ചറിൻ്റെ കാര്യങ്ങളെല്ലാം എഴുതി വെക്കുന്ന ഇതിനകത്തിനകത്താണ് പ്രതിഫലാത്മക കുറിപ്പ് കേട്ടോ. അത് റിഫ്ലക്സീവ് നോട്ടെന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പ്രതിഫലാത്മക കുറിപ്പെന്ന് ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അല്ല, മലയാളത്തിൽ പറയും റിഫ്ലക്സീവ് നോട്ടെന്ന് ഇംഗ്ലീഷിൽ പറയും. ഇതും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം ടീച്ചർ ഒരു ക്ലാസ്സിന് ശേഷം, ഇപ്പോൾ ഈ ക്ലാസ്സിന് ശേഷം ഞാൻ വിലയിരുത്തുകയാണ്, എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് പോരായ്മ ഉണ്ടായത്, എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വന്നത്, എന്താണ് അവർക്കുള്ള പ്രശ്നങ്ങൾ, എന്തൊക്കെയാണ് ഞാൻ വിലയിരുത്തുകയാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് പ്രതിഫലാത്മക കുറിപ്പ്. ഓരോ ക്ലാസ്സിന് ശേഷം വിലയിരുത്തി പോവുകയാണെങ്കിൽ നമ്മുടെ സ്കില്ല് ആസ് എ ടീച്ചർ, നമ്മുടെ സ്കില്ല് നമുക്ക് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ അടിസ്ഥാന പ്രക്രിയാശേഷികൾ ഉൾപ്പെടാത്ത ഏതാണ്? അടിസ്ഥാന പ്രക്രിയാശേഷി ഉൾപ്പെടാത്തത് കേട്ടോ. നിരീക്ഷണം, വർഗീകരണം, അളക്കൽ, പരീക്ഷണം ചെയ്യൽ. അടിസ്ഥാന പ്രക്രിയാശേഷികളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? നിരീക്ഷണം, വർഗീകരണം, അളക്കൽ, പരീക്ഷണം ചെയ്യൽ. ഏതാണ്? അടിസ്ഥാന പ്രക്രിയാശേഷികളിൽ അല്ലാത്തത് ഏതാണ്? പരീക്ഷണത്തിൽ ഏർപ്പെടൽ കേട്ടോ. കറക്റ്റാണ്. എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രക്രിയാശേഷിക്കകത്തുള്ള അതൊരു പ്രൊജക്റ്റ് രീതി പോലെ നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പറഞ്ഞ പരീക്ഷണ രീതിക്കകത്ത് വരേണ്ടത് കേട്ടോ. ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2023 അന്താരാഷ്ട്ര എന്ത് വർഷമായാണ് ആചരിച്ചത്? 2023 എന്ത് വർഷമായാണ് ആചരിച്ചത്? ഒട്ടക വർഷമാണോ, ചെറുധാന്യ വർഷമാണോ, അതോ കെമിക്കൽ പീരിയോഡിക് ടേബിളിൻ്റെ വർഷമായിട്ടാണോ 2023 ആഘോഷിച്ചത്? സ്കൂളിലൊക്കെ ഉള്ളവർക്കറിയാം, കഴിഞ്ഞ കൊല്ലം നമ്മൾ ഏതാണ്ടൊക്കെ ചെയ്തായിരുന്നു അല്ലേ? ഏതാണ്? മില്ലറ്റ്സ് കേട്ടോ. മില്ലറ്റ്സിനെയാണ് ആചരിച്ചത്. നോക്കിയിട്ടാണ് പോകാൻ. ഈ വർഷം 2024 എന്തായിട്ട് ആചരിക്കുന്നത്? 24. നോക്കിയിട്ട് പോകേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. 24 ക്യാമൽസ് കേട്ടോ. ഒട്ടക വർഷമായിട്ട് ആചരിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായിട്ട് ആചരിച്ചു. അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നതിൽ ചെറുധാന്യങ്ങളുടെ കൂട്ടം ഏതാണ്? റാഗി, നെല്ല്, തിന, ഗോതമ്പ്, മണിച്ചോളം, നെല്ല്, മണിച്ചോളം, റാഗി, തിന, നെല്ല്, ഗോതമ്പ്, ചോളം. ഇതിലേതാണ് ചെറുധാന്യങ്ങളുടെ കൂട്ടം? ഏതാണ്? കറക്റ്റാണ് പറഞ്ഞത്. മണിച്ചോളം, റാഗി, തിന കേട്ടോ. അതായത് നമ്മുടെ ജോവർ എന്ന് പറയുന്ന മണിച്ചോളം, അതുപോലെ തന്നെ റാഗി, തിന, ഇതെല്ലാം എന്താണ്? ചെറുധാന്യങ്ങളുടെ കൂട്ടമാണ് കേട്ടോ. ഓർത്തിരിക്കണം.
നെല്ല് ഒരു ചെറുധാന്യമല്ല, ഗോതമ്പ് ഒരു ചെറുധാന്യമല്ല കേട്ടോ. അവന്മാരെ ഒഴിവാക്കിയുള്ള കൂട്ടമാണ് മണിച്ചോളം, റാഗി, തിന കേട്ടോ. ഇവന്മാരാണ് എന്താണ് നമ്മുടെ എന്തായിട്ട് വരേണ്ടത്, ചെറുധാന്യങ്ങളായിട്ട് വരണം കേട്ടോ. കേരളത്തിലെ സംസ്ഥാന ഫലം ഏതാണ്? സംസ്ഥാന ഫലം ഈ ഇടയ്ക്ക് കുറേ ഉണ്ടായിട്ട് തീർന്ന ഇപ്പോൾ. തേങ്ങ, ചക്ക, വാഴ, തേങ്ങ, ചക്ക, മാങ്ങ, ചക്ക. ഏതാണ് സംസ്ഥാന ഫലം? സംസ്ഥാന ഫലം ഏതാ കേരളത്തിൻ്റെ? തേങ്ങയാണോ, ചക്കയാണോ, മാങ്ങയാണോ, വാഴയാണോ? ചക്ക കേട്ടോ. കേരളത്തിൻ്റെ സംസ്ഥാന ഫലം ചക്കയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ചോദ്യമാണ്, ഞാൻ കൈ നീട്ടതല്ല. ഓക്കെ, ലൈഫ് ലൈനോ ഓടിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രം 1857 മുതൽ 1947 വരെ ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് അനുയോജ്യമായിട്ടൊരു ഗ്രാഫിക് ഓർഗനൈസർ താഴെ പറയുന്നവയിൽ ഏതാണ്? അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം 1857 മുതൽ 1947 വരെ നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? വെൻ ഡയഗ്രമാണോ, ബാർ ഡയഗ്രമാണോ, പൈ ചാർട്ടാണോ, ഫ്ലോ ചാർട്ടാണോ? സോഷ്യലിനകത്ത് മിക്കപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം ഏതാണ്? ഫ്ലോ ചാർട്ട്. നമ്മളെപ്പോഴും എഴുതുന്നല്ലേ, ചെറിയ വർഷത്തിൽ നിന്നും വലിയ വർഷം വരെ നമ്മൾ എഴുതി കുറിച്ച് വെക്കുന്ന ആദ്യത്തെ പേരാണ് ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിനകത്ത് നമുക്ക് നിങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നമുക്കിങ്ങനെ എന്ത് കാണാൻ സാധിക്കും? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കേട്ടോ. ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? ചുവടെ തന്നിരിക്കൽ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? പോയില്ല, പോയി പ്ലസ് ഇല്ല. തണുപ്പുണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ട്. മഴയില്ല, മഴ പ്ലസ് ഇല്ല. ഒരടി, ഒരു പ്ലസ് അടി. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? പോയില്ല, പോയി പ്ലസ് ഇല്ല. തണുപ്പുണ്ട്, തണുപ്പ് പ്ലസ് ഉണ്ട്. മഴയില്ല, മഴ പ്ലസ് ഇല്ല. ഒരടി, ഒരു പ്ലസ് അടി. ഇതിലേതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? ഏതാണ്? ഒരു പ്ലസ് അടി, ഒരടി. അതാണോ ഉത്തരം പറയുന്നത്? കാരണം എന്താ? അത് പറയാൻ കാരണം എന്നാ? പറയാൻ കാരണം എന്നാ? നമുക്ക് 2 ഓപ്ഷനിലേ ഓടത്തുള്ളൂ അല്ലേ. അതായത് പോയില്ല എന്നതും മഴയില്ല എന്നതും എന്തിനകത്ത് വരുന്നതാണ്? ഏത് സന്ധിക്കകത്ത് വരുന്നതാണ്? സന്ധികൾ നോക്കിയാൽ മതി ഇവിടെ. ഏത് സന്ധിക്കകത്ത് വരുന്നതാണ്? യായോ വായോ വന്നാൽ ഏത് സന്ധിയാണ്? യായോ വായോ വന്നാൽ ഏത് സന്ധിയാണ്? ലോവോ ഏത് സന്ധിയാണ്? യായോ വായോ വന്നാൽ, യാ അല്ലെങ്കിൽ വാ വന്നാൽ ഏതാണ്? ആഗമസന്ധിയാണ്. ഓക്കെ. പിന്നെ തണുപ്പുണ്ട്, ഒരടി. അത് ഇതിൻ്റെ അകത്ത് വരേണ്ടതാണ്. തണുപ്പുണ്ട്, ഒരടിയും. എന്നാലോചിച്ച് നോക്കി. തണുപ്പുണ്ട്, ഒരടി. തണുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇരട്ടിപ്പ് വരുന്നില്ലേ? അപ്പോൾ അത് ഇരട്ടിപ്പ് വന്നാൽ ഏത് സന്ധിയായിട്ട് മാറും? ദ്വിത്വസന്ധിയായിട്ട് മാറും അല്ലേ. ദ്വിത്വസന്ധിയാണ് എന്താണ് നമ്മുടെ ഈ നമ്മുടെ തണുപ്പുണ്ടെന്ന് പറയുന്നത്. ഇനി ഒരടി എന്ന് പറയുന്നതോ ഏത് സന്ധിക്കകത്ത് വരുന്നത്? ഒരടി ഇതിൻ്റെ അകത്ത് വരുന്നതാണ് ഒരടി. 2 വർണ്ണം ചേർന്നപ്പോൾ ഒരു വല്ലം ഇല്ലാതായിപ്പോയി അല്ലേ. അതേത് സന്ധിയാണ്? ലോപസന്ധി. അപ്പോൾ 2 സന്ധികളും 3 സന്ധികളും ഇതിനകത്ത് കളിക്കുന്നതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി കേട്ടോ. പേടിക്കേണ്ട, ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി കേട്ടോ. സന്ധികളുടെ പ്രകാരം പറയുകയാണ് നമ്മുടെ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നമ്മൾ പിടിച്ചെഴുതി നിങ്ങൾ എന്നാ ഉത്തരം പറയുന്നതായിട്ട് ചോദിച്ചോ കേട്ടോ. ഓർത്തിരിക്കണം, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഒരു പ്രശ്നമുണ്ട്. 2 വർണ്ണങ്ങൾ, അതായത് അത് അങ്ങനെ പറയല്ലേ, നന്നായി കേട്ടോ. സന്ധികൾ ചോദ്യം ഉറപ്പാണ് ചോദിക്കുന്നത്. ആഗമസന്ധി എന്ന് വെച്ചാൽ 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം ചേരുന്നതിനെ ആഗമസന്ധി എന്ന് പറയുന്നു. ചോദ്യം ഷുവറാണ് കേട്ടോ. ഈ സന്ധികൾക്കകത്ത് ആഗമസന്ധി, ലോപസന്ധി, ആദേശന്ധി, അതുപോലെ ദ്വിത്വസന്ധി, ഇന്നൊരു ചോദ്യം എന്നാളിലും വരും. അപ്പോൾ ഓർത്തിരിക്കണം, ആഗമസന്ധി എന്ന് എന്താണ്? 2 വർണ്ണം ചേരുമ്പോൾ മൂന്നാമത് ഒരു വർണ്ണം വന്ന് ചേരുമ്പോൾ ആഗമസന്ധി എന്ന് പറയുന്നു. തിരിച്ചറിയാനായിട്ട് പിരിച്ചെഴുതി കഴിയുമ്പോൾ അല്ലേ, പ്ലസിന് ശേഷം ഒരു സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ എന്താണ്? ആ സ്വരത്തിൻ്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരണം. അതായത് പിരിച്ചെഴുതുമ്പോൾ നമ്മുടെ പ്ലസിന് ശേഷം സ്വരാക്ഷരം വരണം. ഇപ്പം ആണി പ്ലസ് അറ അല്ലേ. അണി പ്ലസ് അറ വെച്ചാൽ പ്ലസിന് ശേഷം എന്ത് വന്നു? സ്വരാക്ഷരമായിട്ടുള്ള ആ വന്നു അല്ലേ. അപ്പോൾ അവിടെ നിന്ന് പോയി പ്ലസ് ഇല്ല കണ്ടോ. പ്ലസിന് ശേഷം ഈ എന്ന് പറഞ്ഞ സ്വരാക്ഷരം വന്നു. അപ്പോൾ ഓർക്കേണ്ടത് പ്ലസിന് ശേഷം സ്വരാക്ഷരം വരണം.
പിരിച്ചെഴുതി കഴിയുമ്പോൾ നോക്കിയാൽ സ്വരാക്ഷരം പോയിട്ട് ആര് വരണം? യായോ വായോ വരണം അല്ലേ? അണി പ്ലസ് അറ, അണിയറ എന്നാണ് പറയുന്നത് അല്ലേ? ആ മാറി യാ വന്നു. ഇനി പോയി പ്ലസ് ഇല്ല, പോയില്ല എന്ന് പറഞ്ഞിട്ട് ഈ മാറി യാ വന്നു. അങ്ങനെ വരുന്നതിന് പറയുന്ന പേരാണ് ആഗമസന്ധി. ഓർത്തിരിക്കണം, നമ്മുടെ പ്ലസ് സൈൻ കഴിഞ്ഞിട്ട് എന്ത് വരണം? സ്വരാക്ഷരം വരണം. പിരിച്ചെഴുതി കഴിഞ്ഞാൽ ആ സ്വരാക്ഷരം അവിടെ കാണരുത്. അങ്ങനെ വന്നാൽ അത് ആഗമസന്ധി. പിന്നെയുള്ള ആദേശസന്ധി. എന്താണ് ആദേശസന്ധി? രണ്ട് വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതിന് പറയുന്ന പേരാണ് ആദേശസന്ധി. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഇൻഡക്റ്റീവ് മെത്തേഡ് ഇൻഡക്റ്റീവ് മെത്തേഡ് നമ്മൾ ഓർത്തില്ലേ, ആ ഒരു സാധനത്തിൻ്റെ ഒരെണ്ണം പോയിട്ട് മറ്റൊരെണ്ണം കടന്നു വരണം. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പ്ലസിന് ശേഷം അല്ലേ, അല്ലെങ്കിൽ പിരിച്ചെഴുതുമ്പോൾ പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ, ശ്രദ്ധിക്കേണ്ടതാണ്, പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസാരമോ വന്നാൽ എന്താണ് നമ്മുടെ പ്ലസിന് മുമ്പ് എന്ത് വരണം? ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ആദേശസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ വിൺ പ്ലസ് തലം എന്താണ്? വിണ്ഠലം എന്ന് നമ്മൾ പറയും. അപ്പോൾ നോക്കിയേ, ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മുടെ എന്താ പറയുന്നത്, ഒരു ചില്ലക്ഷരമാണ് അല്ലേ? ഇണ്ണെന്ന് പറയുന്നത് ചില്ലക്ഷരമാണ്. അപ്പോൾ പ്ലസിന് മുമ്പ് ഒരു ചില്ലക്ഷരം വന്നു, നമ്മൾ എഴുതുമ്പോൾ എന്നാ വരും? വിണ്ഠലം എന്നാ എഴുതണ്ട. ആ ചില്ലക്ഷരം മാറി പുതിയൊരു വർണ്ണം വന്നു, ഇണ്ട. പിന്നെ നോക്കി, വെൾ പ്ലസ് മ അല്ലേ? വെൾ പ്ലസ് മ നമുക്കറിയാം ചന്ദ്രക്കലയിട്ട വ്യഞ്ജനാക്ഷരമാണ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നു വെണ്മ എന്ന് നമുക്ക് പറയാം. പുതിയൊരു എന്താണ്, നമുക്ക് പുതിയൊരു എന്താണ് വർണ്ണം അവിടെ ആഗമിച്ചു. ഇനി മരം പ്ലസിൽ പ്ലസിന് മുമ്പ് രം എന്ന് പറഞ്ഞു. രം എന്ന് പറയുന്നത് എന്താണ്? അനുസാരം അല്ലേ? അം, തം, രം, അതുപോലെ തന്നെ എന്താ നം, ഇതെല്ലാം വരുന്നത് എന്താണ്? അനുസാരങ്ങളാണ്. അനുസാരം വരികയും ചേർത്തെഴുതി കഴിയുമ്പോൾ അത് വരാതിരിക്കും അല്ലേ? മരം പ്ലസ് ഇല്ലെന്ന് പറഞ്ഞാൽ മരത്തിൽ എന്നാണ് പറയുന്നത്. അതുകൊണ്ടോ നമ്മുടെ ആ രം പോയിട്ട് അവിടെ തിൽ വന്നു. അപ്പോൾ എന്തായിരിക്കണം? അതൊരു ആദേശസന്ധിയാണ്. അപ്പോൾ ഓർത്തിരിക്കണം, പിരിച്ചെഴുതുമ്പോൾ പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസാരമോ വരികയും ചേർത്തെഴുതി കഴിഞ്ഞതിന് ശേഷം അവ വരാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ആദേശസന്ധി പറയുന്നത്. അടുത്തത് നമുക്കറിയാം എളുപ്പമാണ്, ലോപസന്ധി അല്ലേ? രണ്ട് വർണ്ണം തമ്മിൽ ചേരുമ്പോൾ അതിലൊന്ന് ഇല്ലാതാകുന്നതാണ് ലോപസന്ധി. മൊത്തം വർണ്ണങ്ങൾ എണ്ണുക, എണ്ണിക്കഴിയുമ്പോൾ ഒരെണ്ണം കുറവ് വരണം അല്ലേ? അത് പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. തുടർന്ന് ചേർത്തെഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഒരെണ്ണം ഇല്ലാതാണ്. അതിന് പറയുന്ന പേരാണ് നമ്മുടെ ലോപസന്ധി എന്ന് പറയുന്നത്. ഒരു പ്ലസ് അടി ഒരടി, നെല്ല് പ്ലസ് ഇട നെല്ലിട, തെല്ല് പ്ലസ് ഇട തെല്ലിട എന്നൊക്കെ നമ്മൾ പറയുന്നത് ലോപസന്ധിയാണ്. പിന്നുള്ളത് ദിത്തസന്ധി, ഇരട്ടിപ്പ് വരണം. അതായത് രണ്ട് വർണ്ണം ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കണം. ഒരു വർണ്ണം ഇരട്ടിക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? നമ്മുടെ ദിത്തസന്ധി കേട്ടോ. ഓർത്തിരിക്കേണ്ടതാണ്. നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചോദിക്കുന്നതാണ് ഈ പറഞ്ഞ സന്ധികൾ കേട്ടോ, മറന്നു പോകരുതേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ്, ഭാഷയും ചിന്തയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്ന നിലപാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഭാഷയും ചിന്തയും കേട്ടോ പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ നിലപാട് മുന്നോട്ട് വെച്ചത് ആരാണ്? വിഗോസ്കി ആണോ, പിയാഷെ ആണോ, സ്കിന്നർ ആണോ, നോം ചോംസ്കി ആണോ? ഭാഷയും ചിന്തയും ആരാണ്? ഒരുപാട് ആവർത്തിച്ചൊരു ചോദ്യമാണ്. ഭാഷയും ചിന്തയും തമ്മിൽ സ്വാധീനിക്കുന്നുണ്ട് എന്ന നിലപാട് മുമ്പോട്ട് വെച്ചത് ആരാ? വിഗോസ്കി. എനിക്കറിയാം നോം ചോംസ്കി വരുമെന്ന് കേട്ടോ, അതുകൊണ്ട് ഞാൻ ആരാന്ന് ഒന്നുകൂടി ചോദിച്ചു കേട്ടോ. നോം ചോംസ്കി അല്ല, വിഗോസ്കിയാണ്. ഓർക്കുന്നില്ലേ? രണ്ടാമത്തെ വയസ്സിൽ ഒരു കൂട്ടിച്ചേർക്കൽ നടക്കും അല്ലേ? ചിന്താരഹിത ശബ്ദവും ഭാഷാരഹിത ചിന്തയും നമ്മളൊരു കൂട്ടിച്ചേർക്കൽ നടക്കും. അതാരാ അത് പറഞ്ഞത്? വിഗോസ്കി കേട്ടോ. നോം ചോംസ്കി എന്നാ പറഞ്ഞത്? ഇന്നേറ്റ് ഗ്രാമർ ഉണ്ടെന്ന് കേട്ടോ. അതായത് സ്വന്തമായിട്ടൊരു ഭാഷാ വ്യാകരണ ശേഷി ഉണ്ടെന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. ഭാഷ സിദ്ധാന്തത്തിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ് നോം ചോംസ്കി. എപ്പോഴും ചാടിക്കയറി അദ്ദേഹത്തിലോട്ട് ആക്രാന്തം മുത്ത് പോകരുത്, തെറ്റിക്കും കേട്ടോ, നമ്മളെ തെറ്റിക്കും. നോം ചോംസ്കി ഈ ഭാഷയും ചിന്തയും പറ്റി ബുദ്ധിയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ. ബുദ്ധിയുള്ള കാര്യത്തെപ്പറ്റി പറഞ്ഞത് വിഗോസ്കിയും പിയാഷയും ഒക്കെയാണ്. പ്രത്യേകിച്ച് വിഗോസ്കി പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാഷാരഹിത ശബ്ദവും ചിന്താരഹിത ഭാഷയും കൂടിച്ചേരും രണ്ടാമത്തെ വയസ്സിൽ. അപ്പോഴാണ് കുട്ടികൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി പിയാഷ എന്താണെന്ന് പറഞ്ഞത്? രണ്ടുപേരും ഒന്നാം തീരുമെന്ന് പറഞ്ഞത് അതാണ് ഈ പറഞ്ഞ വിഗോസ്കി. അദ്ദേഹം പറഞ്ഞത്, പിയാഷെ പറഞ്ഞത് ചിന്ത ഭാഷയെ നയിക്കുന്നു, ചിന്തിച്ചാൽ മാത്രമേ ഭാഷ ഉണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെ വിഗോസ്കി പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഭാഷ ചിന്തയെ നയിക്കുന്നു കേട്ടോ. ഈ താരങ്ങളൊന്നും അങ്ങോട്ടും കണ്ട് തിരിഞ്ഞും പറഞ്ഞും പോകരുതേ. എപ്പോഴും ചോദ്യം ചോദിക്കുന്ന കൺഫ്യൂഷൻ ആയിട്ടുള്ള പാഠം ഏതാണെന്ന് അവർക്കറിയാം. അത് നോക്കിയിട്ടാണ് അവർ ചോദ്യങ്ങളിടുന്നത് കേട്ടോ. എന്തോ ഓക്കെ. ഭാഷയും ചിന്തയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ നിലപാട്
മുൻപോട്ട് വെച്ചത് ആരാന്നാണ് ചോദ്യം. അതാരാണ് മുമ്പോട്ട് വെച്ചത്? വിഗോസ്കിയാണ് മുമ്പോട്ട് വെച്ചത് കേട്ടോ. ഭാഷയും ചിന്തയും തമ്മിൽ പരസ്പരം സ്വാധീനിക്കുന്നു എന്നത് മുൻപോട്ട് വെച്ചതാണ് വിഗോസ്കി. പക്ഷേ നോം ചോംസ്കി എന്തുകൊണ്ട് വന്നില്ല? നോം ചോംസ്കി പറഞ്ഞ എന്താണ്? എവരി ചൈൽഡ് ഹാസ് ആൻ ഇന്നേറ്റ് ഗ്രാമർ തിയറി ബൈ ബർത്ത്. അതായത് ജന്മനാ തന്നെ കുട്ടികളിൽ എന്തുണ്ട്? കുട്ടികളിലൊരു നമ്മുടെ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട്, അല്ലെങ്കിൽ ലാഡുണ്ട്. ആ ലാഡ് കൊണ്ട് കുട്ടികൾ തന്നെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുമെന്നാണ് നോം ചോംസ്കി പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ ഭാഷാ വ്യാകരണ സിദ്ധാന്തമടക്കം, അതായത് ഭാഷകളുടെ എല്ലാ കാര്യങ്ങളടക്കം നമ്മുടെ കുട്ടികൾക്ക് എന്ത് കഴിയാണ്ട് ഒരു വ്യാകരണ ശേഷി കൈവരിക്കാനുള്ള ഒരു ഡിവൈസ് കുട്ടികളുടെ തലച്ചോറിലുണ്ടെന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. അതിനെ പറഞ്ഞ പേരാണ് സർവഭാഷാ വ്യാകരണം, രചനാന്തര പ്രജനന വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്നൊക്കെ പല പേരിൽ അതിനെ അറിയപ്പെടുന്നുണ്ട്. അതാണ് നോം ചോംസ്കി പറഞ്ഞത്. കൂടുതലായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചത് നോം ചോംസ്കി തന്നെയാണ്, അതിൽ യാതൊരു എറുപ്പുമില്ല. പക്ഷേ ഈ വിഗോസ്കി പറഞ്ഞൊരു കാര്യമാണ്, എന്താണ്? നമ്മുടെ 2 വയസ്സാകുമ്പോൾ ഈ ഭാഷാ വികാസവും ചിന്താ വികാസവും നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൂടിച്ചേരൽ, അതായത് ഇത് രണ്ടും ഏകോപിതമാകുന്ന ഈ 2ാമത്തെ വയസ്സിലാണ്. കാരണം ഒന്നാമത്തേത് ഇതിൻ്റെ അകത്ത് ചിന്താരഹിത ശബ്ദവും ഭാഷാരഹിത ചിന്തയും കുട്ടികൾക്കുണ്ടാകുന്നു. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആദ്യം കുട്ടികൾ ചുമ്മാ കിടന്ന് കാറും അല്ലേ, 2 വയസ്സ് വരെ ചുമ്മാ കിടന്ന് കാറും. അവിടെ എന്തെങ്കിലും ഭാഷ പറയുന്നുണ്ടോ? ഇല്ല, കാ കൂന്നൊക്കെയാണ് പറയുന്നത് അല്ലേ. അതിനുശേഷം കുട്ടികൾ എന്താണ്? യാതൊരു കാര്യം ചിന്തിക്കാതെ പറയാൻ തുടങ്ങും അല്ലേ. പാപ്പം, അതുപോലെ തന്നെ ഉമ്പൂമ്പ എന്നൊക്കെ പറയും. അവിടെ ഒരു ഭാഷാരഹിത ചിന്തയുണ്ട് അവിടെ. ഇത് രണ്ടും കൂടി 2ാമത്തെ വയസ്സിൽ ക്ലബ്ബാവും, അല്ലെങ്കിൽ ഒന്ന് മിക്സ് ആവും, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ആവും, അല്ലെങ്കിൽ ഒന്ന് കൂടിച്ചേരും, അല്ലെങ്കിൽ ഏകോപിക്കും മാത്രമാണ് കുട്ടികൾക്ക് ഭാഷ സ്വായത്തമാക്കുന്നതാണ് വിഗോസ്കി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത്. ഒരു കുട്ടീനെ ഭാഷയാണ് ചിന്തയെ നയിക്കുന്നത് വിഗോസ്കി പറഞ്ഞു. പിയാഷെ അതിനെ എതിർത്തു, തിരിച്ചു പറഞ്ഞു ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത്. കാരണം കുട്ടികളിൽ ഇൻ്റലക്ച്വൽ ആയിട്ടൊരു കാര്യമാണ് ചിന്ത, അല്ലെങ്കിൽ തിങ്കിങ് എന്ന് പറയുന്നത്. തിങ്കിങ് ഉണ്ടായാൽ മാത്രമേ അവിടെ ഭാഷ ഉണ്ടാകത്തുള്ളൂ. ആര് പറഞ്ഞു? പിയാഷെ വന്ന് പറഞ്ഞു കേട്ടോ. തിരിഞ്ഞും മറിഞ്ഞു ഒന്നും പോകരുത്. സിദ്ധാന്തം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ചോദ്യം ഷുവറാണ് കേട്ടോ, ഉറപ്പായിട്ടും വരും. ഭാഷാ സിദ്ധാന്തത്തിന് ഒരു ചോദ്യം ഉറപ്പായിട്ടും കാണും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രൂണറൊക്കെയാണ്. അവന്മാരെന്നാ പറഞ്ഞത്? നിരീക്ഷണം വർഗീകരണത്തിലൊക്കെയാണ്. നിരീക്ഷണം, മെയിൻ കാര്യം നിരീക്ഷണം അല്ലേ, അതുവഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ ഉള്ളത് സ്കിന്നർ, നമ്മുടെ പ്രബലനത്തിലുള്ള ആൾ. അവൻ പറഞ്ഞ എന്താണ്? റീഇൻഫോഴ്സ്മെൻറ്റ് വഴിയാണ് കാര്യങ്ങൾ നടക്കുന്നത്. കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും അതുപോലെയുള്ള ചെറിയ ചെറിയ പ്രബലനങ്ങളൊക്കെ കൊടുത്താൽ കുട്ടികളത് കണ്ടും കേട്ടും വളർന്നു വരും. അവരെപ്പറ്റി ചോദിച്ചിട്ടില്ല, എന്നാലും ഓർത്തിരിക്കണം കേട്ടോ. സിദ്ധാന്തത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ആൾ നോം ചോംസ്കി ആണെന്ന് വെച്ച് അദ്ദേഹത്തോട് എപ്പോഴും കടി ചാടി വീരെഴുതി നോക്കണം കേട്ടോ. മിക്കപ്പോഴും ഈ പിയാഷെയും വിഗോസ്കിയും നമ്മൾ തിരിഞ്ഞു പോകാറുണ്ട്. ഓർത്തിരിക്കണം, പിയാഷെ പറഞ്ഞ കൂടുതൽ എന്തിനെ പറ്റിയാണ്? ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മുടെ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിയാഷെ മുമ്പോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ പിയാഷെ പറഞ്ഞത് ചിന്തിച്ചാൽ മാത്രമേ ഭാഷ ഉണ്ടാകൂ, അതായത് ചിന്തയാണ് ഭാഷയെ നയിക്കുന്നത് പിയാഷെ പറഞ്ഞു. അപ്പം വിഗോസ്കി പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാകത്തില്ല, ഭാഷയിൽ നിന്നാണ് ചിന്തയുണ്ടാകുന്നത് കേട്ടോ. രണ്ടും തിരിച്ചും മറിച്ചും പറയുന്നേ ഉള്ളൂ. ഭാഷയിൽ നിന്നാണ് ചിന്തയുണ്ടാകുന്നത് എന്നാണ് വിഗോസ്കി പറഞ്ഞത്. നോം ചോംസ്കി പറഞ്ഞ ഈ 2 കാര്യങ്ങളുമല്ല, ലാഡ് എന്ത് കാര്യം, അല്ലെങ്കിൽ ഏത് ഒരു കൊച്ചും ജനിച്ചു വീഴുന്ന ഒരു കൊച്ചിനെ പുതിയ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും നമുക്ക് പഠിപ്പിക്കാം. അതിൻ്റെ വ്യാകരണ ശേഷി അടക്കം പഠിപ്പിക്കാം. അതിനുതകുന്ന ഒരു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് കുട്ടികളുടെ ജന്മസിദ്ധമായി തന്നെ തലച്ചോറിലുണ്ട്. അത് നമ്മൾ വികസിപ്പിക്കണമെന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. അതിനെ അദ്ദേഹം പറഞ്ഞാണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, സർവഭാഷാ വ്യാകരണം, രചനാന്തര പ്രജനന വ്യാകരണം എന്നൊക്കെ അദ്ദേഹം പല പേരിൽ ഇട്ടു കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, ഇത്തരം കാര്യം അദ്ദേഹം പറഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ഭാഷയും ചിന്തയും എന്നൊക്കെ എവിടെയെങ്കിലും കണ്ട ഓർത്തോണം, അതിൽ ഉത്തരം വരേണ്ട ഒന്നെങ്കിൽ പിയാഷെ അല്ലെങ്കിൽ വിഗോസ്കി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ തിരിഞ്ഞും പറഞ്ഞും പോകരുത്, നോക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് കേട്ടോ. അധ്യാപകർ പഠനാസൂത്രണത്തിനായി പ്രയോജനപ്പെടുത്തേണ്ട വിലയിരുത്തൽ തലം ഏതാണ്? എന്താണ് അധ്യാപകർ പഠനാസൂത്രണത്തിനായി പ്രയോജനപ്പെടുത്തേണ്ട വിലയിരുത്തൽ തലം ഏതാണ്? ഓപ്ഷൻ എ ആത്യന്തിക മൂല്യനിർണ്ണയം, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ. ഏതാണ്? ഫോൺ എ ഫ്രണ്ടോ? ഇപ്പോൾ തരാം കേട്ടോ. പരീക്ഷാപേപ്പറിൽ നിന്ന് ചോദിച്ചാൽ മതി ഫോൺ എ ഫ്രണ്ട് എന്ന്, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. ആരേ? ദൈവത്തെ കേട്ടോ. യെസ്. എന്താണ് അധ്യാപകൻ പഠനാസൂത്രണത്തിനായി പ്രയോജനപ്പെടുത്തേണ്ട വിലയിരുത്തൽ തലം ഏതാണ്? ആത്യന്തിക മൂല്യനിർണ്ണയമാണോ, പഠനത്തിനായുള്ള വിലയിരുത്തലാണോ,
പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തലാണോ പഠനത്തെ വിലയിരുത്തലാണോ? പഠനാസൂത്രത്തിനായി കേട്ടോ. ഏതാണ് പഠനാസൂത്രത്തിനായിട്ട് വിലയിരുത്തേണ്ടത്? പഠനാസൂത്രണം എന്ന് പറഞ്ഞാലാണ് ടീച്ചിങ് മാനുവൽ അല്ലേ? അതിനു വേണ്ടി വിലയിരുത്തൽ തന്ത്രം ഏതാണ് ചോദിച്ചിരിക്കുന്നത്? തലം ഏതാണ്? ആത്യന്തികമായിട്ട് വിലയിരുത്തണോ, പഠനത്തിനായുള്ള വിലയിരുത്തൽ നടത്തണോ, പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തൽ നടത്തണോ, പഠനത്തെ വിലയിരുത്തണോ? ഏതാണ് വേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഉത്തരം കിട്ടും. ഏതാ വേണ്ടത്? ഏതാ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ എല്ലാം വേണം, പക്ഷേ അതിൽ ഒരെണ്ണത്തിന് മാത്രമേ ഇമ്പോർട്ടൻ്റ് ഉള്ളൂ. ഈ പഠനാസൂത്രണം തയ്യാറാക്കുമ്പോൾ ഏതാണ്? പഠനത്തിനായുള്ള വിലയിരുത്തൽ കേട്ടോ. അതിനകത്ത് ഓർത്തിരിക്കണം, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ, അതുപോലെയുള്ള വിലയിരുത്തൽ തലങ്ങൾ 3 ഉറപ്പായിട്ടും ഓർത്തിരിക്കണം കേട്ടോ. പഠനത്തെ തന്നെ വിലയിരുത്തൽ അല്ലേ, ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് പഠനത്തെ വിലയിരുത്തുന്നത് പറഞ്ഞാൽ? പഠനത്തെ വിലയിരുത്തണമെങ്കിൽ പഠനം നടന്ന് കഴിഞ്ഞിരിക്കണം. അപ്പം പഠനത്തിന് നടന്നതിന് ശേഷം യൂണിറ്റ് ടെസ്റ്റുകളും ക്ലാസ് ടെസ്റ്റുകളും എല്ലാം തന്നെ പഠനത്തെ വിലയിരുത്തുന്ന എക്സാമ്പിളാണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാലോ, അതിന് തൊട്ട് താഴെയുള്ള പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തലില്ലേ, അതിനോട് തന്നെ യോജിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു വിലയിരുത്തൽ നമ്മൾ പഠിച്ചിട്ടില്ല. ഈ പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്നെ ഉദ്ദേശിക്കുന്നത്, ഈ പഠനത്തിനൊപ്പം എന്ന് പറയുന്ന വിലയിരുത്തൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും? ഇല്ല. അതിനോട് ചേർത്ത് പറയുന്ന പേരല്ലേ പഠനത്തിനായുള്ള വിലയിരുത്തൽ. കുഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഓർത്തിരിക്കണം, പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠനം നടക്കുന്ന വേളയിൽ അതിൻ്റെ ഫലപ്രാപ്തിക്കായിട്ട് നമ്മൾ നടത്തുന്ന വിലയിരുത്തലാണ് പഠനത്തിനായുള്ള വിലയിരുത്തൽ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കോൺസെപ്റ്റ് പഠനത്തിനായുള്ള വിലയിരുത്തൽ എന്നാണ്. അല്ലെങ്കിൽ പഠനത്തോടൊപ്പമുള്ള വിലയിരുത്തൽ എന്ന് ഒരിടത്തും പറഞ്ഞ് കേട്ടിട്ടില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓർത്തിരിക്കണം, ആ കോൺസെപ്റ്റ് അതേപടി അവർ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതിനെ മിക്സ് ആക്കാണ്ട്, നമ്മൾ കൺഫ്യൂഷൻ ആക്കാണ്ട് ഇടുന്നതാണ് അങ്ങനെ ഓപ്ഷൻ കേട്ടോ. പിന്നെ ഉള്ളത് പഠനത്തെ തന്നെ വിലയിരുത്തൽ. ആ വാക്കിൽ തന്നെയുണ്ട്, തന്നെ എന്ന് പറഞ്ഞാൽ സ്വയമേ വിലയിരുത്തുക. ഇറ്റ്സ് എ സെൽഫ് അസസ്മെൻറ്റ് ടൂൾ കേട്ടോ, ഓർത്തിരിക്കണം. ഈ ജിമിനി ഇപ്പോൾ പറഞ്ഞ കോളേജ് ഫ്രണ്ട് പറഞ്ഞപ്പോഴേ, ഇത് നമ്മളെങ്കിൽ ക്ലാസ്സൊക്കെ എടുക്കാൻ, നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോലും, അപ്പോൾ നമ്മൾ ഈ ചില സമയത്ത് ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കും. ബ്ലാങ്ക് ആയിട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾ സാറുമാരെ വിളിക്കുമ്പോൾ അവർ പറയും, നീ എന്നെ എന്തുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും. നമ്മളവർക്ക് അവനെ വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്. ഇത് അവസാനം കൂട്ടിച്ചേർക്കുന്നതാണ് മുകളിലോട്ട് നോക്കി ദൈവത്തെ കേട്ടോ. എന്ന് പറഞ്ഞാൽ എന്നെ പരീക്ഷാ ഹാളിലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എന്നെയല്ല ദൈവത്തെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ വഴി കാണിച്ചു തരും കേട്ടോ. യെസ്, ഓക്കെ. അങ്ങനെയാണെങ്കിൽ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രാർത്ഥിക്കുക. അത് പിന്നെ നല്ലത് കേട്ടോ. അതേ പറയാനുള്ളൂ. വളരെ സമയം അടുത്തു. രാവിലെ പോർഷൻസ് ഓൾറെഡി നമ്മൾ തീർന്നിരിക്കുന്നതുകൊണ്ടാണ് രാവിലെ നമ്മൾ എന്താ പറയുന്നത് ക്ലാസ്സുകൾ വെച്ച് വീണ്ടും നിങ്ങൾ ബുദ്ധിമുട്ടി. ഓൾറെഡി 5 ക്ലാസ്സുകൾ